വാഹനാപകടങ്ങളിൽ ഇന്ന് യോഗം വിളിച്ച എഡിജിപി ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി മനോജ് എബ്രഹാമാണ് യോഗം വിളിച്ചത്. റേഞ്ച് ഐജിമാരും എസ്പിമാരും കമ്മീഷണർമാരും യോഗത്തിൽ പങ്കെടുക്കും. പനയമ്പാടം അപകടത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് കൈമാറും. പനയമ്പാടത്ത് മീഡിയൻ സ്ഥാപിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ. സ്ഥലത്ത് പരിശോധന നടത്തിയ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. വിദ്യാർത്ഥികളുടെ മരണത്തെ തുടർന്ന് അടച്ച കരിമ്പ സ്കൂൾ ഇന്ന് തുറക്കും. വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് CPM സമ്മേളനം നടത്തിയ കേസിൽ കോടതിയലക്ഷ്യ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ ഇതുവരെ സ്വീകരിച്ച നിയമ നടപടികൾ DGP വിശദീകരിക്കണം. കഴിഞ്ഞ ദിവസം കേസ് ഹൈക്കോടതി ഉന്നയിച്ചത് രൂക്ഷ വിമർശനങ്ങളായി. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ഇന്ന് മൊഴി നൽകും. മൊഴിയെടുക്കുന്നത് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉന്നതതല യോഗം ഇന്ന്. യോഗം വിളിച്ചത് വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തുറന്ന കോടതിയിൽ വേണമെന്ന അതിജീവിതയുടെ ഹർജി ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. വാദത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുപോകുന്നതിൽ എതിർപ്പില്ല എന്ന് അതിജീവിത. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം ഇന്ന്. വൈദ്യുതി ഓഫീസുകളിലേക്ക് മാർച്ച്. തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മൊഫിയ പർവീൺ ആത്മഹത്യാ കേസിൽ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങും. പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. സ്ത്രീധന പീഡനത്തിനും ഗാർഹിക പീഡനത്തിനും ഇരയായാണ് മൊഫിയ ആത്മഹത്യ ചെയ്തതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ഭർത്താവ് സുഹൈലും മാതാപിതാക്കളുമാണ് കേസിലെ പ്രതികൾ. രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ച ഇന്ന്. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. പ്രധാനമന്ത്രിയുടെ മറുപടി നാളെ. ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിലെത്തും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലും സഭയിലേക്ക്. മഹാരാഷ്ട്ര ശൈത്യകാല നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമാണ്. ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയുടെ കൂടിക്കാഴ്ചകൾ ഇന്ന്. പ്രധാനമന്ത്രിയെയും ദ്രൗപദി മുർമുവിനെയും കാണും. അധികാരമേറ്റ ശേഷമുള്ള ദിസനായകയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ്.